അതെ ഫ്ലാറ്റിൽ പോയാലും ഞാൻ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ എപ്പോഴും ഇവൻ എണീച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എണീക്കുന്ന ആളാണ് ഞാൻ. പലപ്പോഴും എന്നെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കോഫി ഉണ്ടാക്കി എനിക്ക് കൊണ്ടുതരും. അപ്പൊ ഈ ഒരു സംഭവം നോട്ട് എവ്രിബഡി കൻ ഡൈജസ്റ്റ്. മേ ബി വേറൊരു ജനറേഷനിൽ നിൽക്കുന്നവർക്ക് അത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നമുക്ക് നമ്മുടേതായ ഒരു ലോകം വേണം, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, താൻ തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ സോഷ്യൽ മീഡിയയുടെ പ്രിയ താരം ഓസിമോളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ, അതായത് ഓസിമോളുടെ പഴയ ഇന്റർവ്യൂസിലുള്ള ചില വീഡിയോകൾ പുതുതായി ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവുന്നുണ്ട്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്യുന്നു, നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നു. അതായത് അശ്വിൻ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, അതേ കേരളത്തിന്റെ മകനായി വന്ന ഓസിമോളെ കല്യാണം കഴിച്ച അശ്വിൻ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, ഇത് എന്തുമാതിരി ഒരു ചാതനമാണ്. ഇത്രയും അധികം അവഹേളനം ഏറ്റുവാങ്ങി മീനമ്മയ്ക്കുണ്ടായ അവഹേളനം നമുക്കറിയാം. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ വ്യക്തികൾ പോലും റിയാക്ട് ചെയ്തിരുന്നു. അതായത് കടുത്ത അപമാനം സ്വന്തം അമ്മയായ മീനമ്മയ്ക്കുണ്ടായിട്ട് പോലും പ്രതികരിക്കാതെ ഓളോടൊപ്പം വീണ്ടും റീൽസ് ചെയ്യുന്ന ഒരു പഹയനെയാണ് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം അശ്വിൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്? ഓൻ്റെ സ്വന്തം അമ്മയോടും വാപ്പയോടും സ്നേഹമില്ലേ? നിരവധി ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു. അതേ അശ്വിൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മകനായ ഈ ഒരു പഹയൻ ഓരോ ഇന്റർവ്യൂസിലും പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ ഏറെ നിർണായകമായ തൻ്റെ ജീവിതത്തിൽ ഒരു കൊടിയ പീഡനത്തിനാണോ താൻ ഇരയായിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും ഇവൻ എണീച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എണീക്കുന്ന ആളാണ് ഞാൻ. പലപ്പോഴും എന്നെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കോഫി ഉണ്ടാക്കി എനിക്ക് കൊണ്ടുതരും. അപ്പൊ ഈ ഒരു സംഭവം നോട്ട് എവ്രിബഡി കൻ ഡൈജസ്റ്റ്. മേ ബി വേറൊരു ജനറേഷനിൽ നിൽക്കുന്നവർക്ക് അത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നമുക്ക് നമ്മുടേതായ ഒരു ലോകം വേണം, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, താൻ തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. വിശന്നാ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം, എനിക്ക് വിശന്നാ താനിക്ക് ഉണ്ടാക്കി തരണം, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ മറ്റൊരു പ്രോപ്പർ ഹസ്ബൻഡ് വൈഫ് അച്ചടക്കത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു പഹയൻ. ഒന്ന് ആലോചിച്ച് വെക്കുക, നിങ്ങളാണെങ്കിൽ പോലും ഇതുപോലുള്ളൊരു പഹയനെ ഭർത്താവായിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു മരുമകനെ അല്ലെങ്കിൽ മകനെ കിട്ടാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അമ്മമാർക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പെൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ എന്താണ് പെൺകുട്ടികൾക്ക് ഇതുപോലൊരു പഹയനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? അതായത് എന്ത് പറഞ്ഞാലും ഒരു എതിരഭിപ്രായമില്ലാതെ കേൾക്കുന്ന ഒരു പഹയൻ, അത്തരത്തിലുള്ളൊരു പഹയനെയാണ് ഓസിമോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓനെന്തുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു ഹസ്ബൻഡായി മാറിയെന്നുള്ള വെളിപ്പെടുത്തലുകൾ ഓരോ ഇന്റർവ്യൂസിലും നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? വരട്ടെ. നമ്മൾ ഒരു ദിവസം മൊത്തം നമ്മൾ ജോലി ചെയ്യും, നമുക്ക് കിട്ടുന്ന ഒരു കൂലിയുണ്ട്. ഒരു 100 രൂപ കിട്ടിയെന്ന് വെച്ചോ, നമ്മൾ നല്ല ഇത് ആ 100 രൂപ ആരെങ്കിലും വെച്ചിട്ട് ഇപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു തീര് കൊണ്ടിട്ടെന്ന് വെച്ചോ, നമ്മളത് എടുക്കും. അത് ചൂടാണോ മറ്റേതാണോ ഒന്നും നമ്മൾ നോക്കാറില്ല, നമ്മൾ അതിന് എടുക്കും. എന്ന് വെച്ചാൽ അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അന്ന് മാത്രമേ അത് അപ്പം മാത്രമേ അതിന് വില മനസ്സിലാവത്തുള്ളൂ. പക്ഷെ അത് എന്താ പറയാ, അത് പൈസ ഇരിക്കട്ടെ, പക്ഷെ ഇത് കഴിഞ്ഞ് ഞാൻ എണിച്ച് വരുമ്പോൾ നിങ്ങൾ കാണും. അപ്പൊ അങ്ങനെ അതൊരു നല്ലതായിരുന്നു. മീൻസ് അങ്ങനെ കൊള്ളാം, ഞാൻ എന്താ പറയാ, അയ്യോ തീർന്നതിന് ഇനി എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബിക്കോസ് അത്ര പൈസ ജീവിതത്തിലേ കണ്ടിട്ടില്ല. മീൻസ് അങ്ങനെ നമ്മൾ എത്ര ജോലി ചെയ്ത് നമുക്ക് അത് കണ്ടിട്ട് എന്ത് പറ്റി, ഒന്നും കുഴപ്പമില്ലേ, എന്ത് കുഴപ്പം, നോക്കാം, ചാവാനൊന്നും പറ്റില്ലല്ലോ, ജീവിതശൈലേ പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിച്ചേക്ക, എന്ത് വലിയ മോട്ടിവേഷനാണ് ഈ ഒരു പഹയൻ ഈ ഒരു ചെറു പ്രായത്തിൽ. ഓൻ എന്താണെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാകാതെ ദിയാകൃഷ്ണ എങ്ങനെ ഉറ്റു നോക്കിയിരിക്കുകയാണ്. ഒരു മിനിമം 10 വർഷമെങ്കിലും എടുക്കും ഓൻ എന്താണ് പറഞ്ഞതെന്ന് ഓനിക്ക് മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞൊരു 20 വർഷമോടെ കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് ഓൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതായത് എന്തോ വലിയ കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് ഓൻ പഠിച്ച് ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്നു. അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റുള്ളവർക്ക് ഗുണകരമായി മാറുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഇനി ഒരുപാട് ആളുകളുടെ ഒരു ക്വസ്റ്റ്യൻ, ഇത്രയും അധികം മക്കാറാക്കിയിട്ടും ഇത്രയും അധികം അവഹേളിച്ചിട്ടും മീനമ്മയെ അടക്കം അവഹേളിക്കുന്ന ഓനിക്ക് വലിയ രീതിയിലുള്ള കൊടിയ പീഡനം ഏറ്റുവാങ്ങുന്നു. ഇതൊക്കെ സഹിച്ചിട്ടും ഈ ഒരു പഹയൻ എന്തുകൊണ്ടാണ് ഭർത്താവായി തുടരുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടി ഓലെ ഇന്റർവ്യൂ തന്നെ ഉണ്ട്. എന്താണത്? വരട്ടെ. അശ്വിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എങ്കിൽ എന്ത് ചെയ്താ അശ്വിൻ കൺവിൻസ് ആവും? അയ്യോ, അതിവിടെ പറയാൻ എഴുതിയാ മതി. അതിവിടെ പറഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല. ഇത് കുട്ടികളും കൂടെ കാണുന്ന പരിപാടിയാണ്. അവിടെ എനിക്ക് വരുന്ന ഡീസൻസി ഞാൻ പറയണല്ലേ,
മേക്ക് ലവ്. മേക്ക് ലവ്. ഞാൻ സെൻസർ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. അല്ല ഇവന് എന്തെങ്കിലും പെട്ടെന്ന് സോപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വർക്ക് ഇവൻ ആ ലാപ്ടോപ്പിന്റെ മുമ്പിൽ നിന്ന് ഇവ അനങ്ങണമെങ്കിൽ രജനീകാന്ത് എങ്ങാനും വന്ന് മോനെന്ന് വിളിക്കണം, അല്ലാതെ ഇവ അനങ്ങില്ല അതിന്റെ മുമ്പിൽ നിന്ന്. ഇനി അഥവാ അനങ്ങണമെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ, ഇല്ലെങ്കിൽ ഇവ അനങ്ങൂല കേട്ടോ അവിടെ. അമ്പട കേമാ സണ്ണിക്കുട്ട. ഇപ്പൊ ഹേറ്റേഴ്സായ പഹയന്മാർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ഏറെക്കുറെ ക്ലിയറായി എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഓനെ നിയന്ത്രിക്കാൻ, ഓനെ വരുതിയിൽ വരുത്താനുള്ള എന്തോ ചില കുതന്ത്രങ്ങൾ ഓളുടെ ഭാഗത്തുണ്ട്. അതായത് ഓസിമോക്ക് അറിയാം മോനെ എന്ത് ചെയ്താൽ വരുതിയിൽ വരുത്താം. ഓനൊരണുകിട വ്യതിചലിക്കാത്ത, ഇവിടെ വരാൻ പറഞ്ഞാൽ ഇവിടെ വരുന്ന രീതിയിലുള്ള ഒരു മായാജാലം ഓളുടെ അടുത്തുണ്ട്. അത് തന്നെയാണ് ഓള് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി മീനമ്മേന്നല്ല, ഓന്റെ കുടുംബത്തിലെ എല്ലാ ഉമ്മമ്മമാരെയും ഉപ്പുപ്പമാരെയും അവഹേളിച്ചാൽ പോലും ഓനിക്കൊരു വിഷയമില്ലാത്ത രീതിയിൽ ഓനെ ആക്കിയെടുക്കാനുള്ള തന്ത്രം ഓളുടെ അടുത്തുണ്ട്. എനിക്ക് വിഷമം വേറൊന്നുമല്ല, ആ തത്തക്കാരൻ ഒരു കാര്യം എന്നെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞ? അതാണ് ഞാൻ എന്തായിരുന്നു അത്? അതുകൊണ്ട് തത്തക്കാരനെ ഇനി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തത്തക്കാരൻ ഇനി എങ്ങനെയും കണ്ടുപിടിക്കും. പുള്ളി പറഞ്ഞ വെച്ചാ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. നീ എന്നെ ആഗ്രഹിക്കും, ഒന്നും നടക്കില്ല. ബട്ട് ഹി ഓൾസോ ടോൾഡ് എനിക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലെസ്സിങ് ഉണ്ട്. അതായത് എന്റെ കയ്യിൽ നിന്ന് എത്ര പൈസയൊക്കെ ഒഴുകിപ്പോയാലും എനിക്ക് പുതിയ പുതിയ സാധനങ്ങൾ, നല്ല നല്ല സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഏതോ ഒരു ദൈവത്തിന്റെ ബ്ലെസ്സിങ് എനിക്കുള്ളതെന്ന് പറഞ്ഞു. ആ എന്റെ ബ്ലെസ്സിങ് തന്നെ ഇവനൊരു ഓവർ പവർ പോലെ ഉണ്ട്. ഞാൻ എന്റെ കൂടെ നിൽക്കുന്നിടത്തോളം ഇവനും ആ ഒരു പവറിൽ നിന്ന് നല്ലത് തന്നെ നടന്നുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ആ ഒരു തത്തക്കാരനായി വന്നത് KKG കൃഷ്ണകുമാർജി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഒരു പഹനെ കൊണ്ട് ഒന്ന് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഓസിമോൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ അനക്ക് രക്ഷയുള്ളെന്ന് ഓനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. അതായത് നിരവധി ആളുകൾ അശ്വിൻ എന്ന് പറയുന്ന ഈ ഒരു പഹനെ അവഹേളിക്കുന്നുണ്ട്. ഓൻ എന്താണ് ഇങ്ങനെ ഭാര്യ വീട്ടിൽ വന്ന് കിടക്കുന്നത്, ഓനിക്ക് നാണാവുന്നില്ലേ, ഓനിക്ക് സ്വന്തമായി പഠിച്ചവനല്ലേ, ഓനിക്കൊരു ബിസിനസ് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ ഓനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാം. അതിനുള്ള ഉത്തരമാണിത്. അതായത് ഓൻ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല, ഓനെ കൊണ്ടൊന്നും ആവില്ല എന്നുള്ളത് ഒരു തത്തക്കാരനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഓനെ ആ രീതിയിൽ മൈൻഡ് സെറ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുപോലൊരു പഹൻ ഈ ലോകത്തുണ്ടാവില്ല. എനിവേ ഏറെ ദുഃഖകരമായ അവസ്ഥയാണ് കേരളത്തിന്റെ മകന് അശ്വിന് സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലൊരവസ്ഥ ഒരു പഹയന്മാർക്കും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് തോന്നി അശ്വിൻ എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ മൈൻഡ് സെറ്റ്, യഥാർത്ഥ മൈൻഡ് സെറ്റ് എന്താണ്, ഓനൊരു ക്രൂര പീഡനത്തിന് ഇടയാകുന്നതുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഓനെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? അശ്വിൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ഏറെ ദുരനുഭവമാണ് ഈ ഒരു കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.